ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ചൂടുകാലത്ത് എല്ലാവർക്കും കൂടുതൽ ഡ്രിങ്ക്സിൽ വെറൈറ്റീസ് നോക്കാനായിരിക്കില്ലേ കൂടുതൽ താല്പര്യം. അപ്പോൾ എല്ലാവരും വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ റെസിപ്പി എന്തായാലും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാം. നമ്മൾ ആപ്പിൾ സർബത്താണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വലിയൊരു പാത്രം എടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ നമുക്ക് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതായത് വെള്ളവും പാലും പകുതിയും പകുതിയായിട്ട് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 4 ഗ്ലാസ് പാലും 4 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു മധുരം ഉണ്ടാവില്ല കേട്ടോ. എന്താണ് പറയുക, നമുക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കസ്റ്റർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കുക. അധികം കസ്റ്റർഡ് പൗഡർ ചേർത്താൽ ഈ ഡ്രിങ്ക് നല്ല തിക്കായി പോകും. അപ്പോൾ വല്ലാണ്ട് തിക്ക് വേണ്ട, നമുക്ക് കുടിക്കാനുള്ളൊരു പാകത്തിന് മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പാല് ചേർത്തിട്ട് മിക്സ് ആക്കാം. ചൂടില്ലാത്ത പാൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ വെള്ളത്തിലായാലും കുഴപ്പമൊന്നുമില്ല, വെള്ളമെന്നുണ്ടെങ്കിലും ചൂടില്ലാത്ത വെള്ളം എടുക്കണം. ഞാനിപ്പോൾ സാധാ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ് കേട്ടോ ഇത് മിക്സ് ആക്കിയിട്ടുള്ളത്. ഇനി പാല് തിളച്ച് വരുമ്പോൾ ഈ കസ്റ്റേർഡ് മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. വലിയ തിക്നെസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഇതാണ്. നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടല്ലേ ഇത് റെഡിയാക്കണത്. അപ്പോൾ അതുകൊണ്ട് തീരെ തിക്നെസ് ഒന്നും ഉണ്ടാവില്ല. ഇനി കുറച്ച് തിക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കസ്റ്റേർഡ് പൗഡറിൻ്റെ അളവൊന്ന് കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്ന് തിളച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ തണുപ്പിച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്താനും കൂടി വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് മിക്സാക്കി വെക്കുന്നത്. വെള്ളം കുറവായാൽ ഇത് ഫുള്ളായിട്ടും ബ്ലൂമായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കാം. പിന്നെ നമ്മളെ കസ്റ്റാർഡ് മിക്സ് നല്ലോണം തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്യുള്ളൂ. കസ്റ്റർഡ് മിക്സ് ഞാനൊരു ഉച്ചയായപ്പോൾ തന്നെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുന്നു കേട്ടോ, നല്ലോണം പെട്ടെന്ന് തണുത്തിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് പിന്നെ ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ആപ്പിൾ സർബത്താണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആപ്പിൾ വേണം. അത്യാവശ്യം വലിപ്പമുള്ള ആപ്പിളാണെങ്കിൽ 1 മതി കേട്ടോ. അത് ചെറിയ ആപ്പിൾ ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആപ്പിളും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഗ്രേറ്റ് ചെയ്തിട്ടുമ്പോഴായിരിക്കും അത് കൂടുതൽ നല്ലതെന്നാണ്. അപ്പോൾ ഞാൻ ആപ്പിൾ 2 നല്ലോണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കസ്റ്റേർഡ് മിക്സ് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിലിരുന്ന് നല്ലോണം തണുപ്പിച്ച് എടുത്തിട്ടുള്ള കസ്റ്റേർഡ് മിക്സാണ്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. കണ്ട, വലിയ തിക്കൊന്നുമില്ലല്ലോ. ഈ ഒരു കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ജ്യൂസൊക്കെ ആകുമ്പോൾ കുറച്ച് ലൂസായിട്ടാകുമ്പോഴൊരു റിഫ്രഷിങ് ഫീൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കസ്റ്റേർഡ് മാത്രം മിക്സ് ആക്കിയത്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടിയും ചേർക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ആൽമണ്ടാണ് ചേർത്തിട്ടുള്ളത്. കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. നമ്മൾ ഈ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നട്ട്സൊക്കെ ചേർക്കുന്നത്. അത് ഓപ്ഷനിലാണ്, ആപ്പിൾ മാത്രം ചേർത്താലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിലപ്പുറം തണുപ്പിക്കണില്ല. അത് അത്യാവശ്യം ഫ്രീസറിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ നമ്മളിതിൽ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡർ കിട്ടും, വാങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഈ വാനില ഫ്ലേവേർഡ് കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കസ്റ്റർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ വാനില ഫ്ലേവേർഡ് തന്നെയാണ് ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് പിന്നെ വേറെ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒരു തിക്നെസ് ഉണ്ടാവും, പക്ഷേ എന്നാലും അങ്ങനെ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലല്ല കേട്ടോ ഉള്ളത്.
നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ റെസിപ്പി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.